ഹലോ, അസ്സലാമു അലൈക്കും. ഇത് ഫ്ലെക്സിബിൾ കീപാഡ് ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ ഇന്ന് ഈ സ്റ്റിക്കറാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ സ്ക്രീനാണ് ഇത്. ഇതൊരു റിവേഴ്സ് പ്രിൻറ്റിംഗ് ആണ്. ഫസ്റ്റ് ഞങ്ങൾ ബ്ലാക്ക് ആണ് പ്രിൻ്റ് ചെയ്യുക. ബ്ലാക്ക് പ്രിൻ്റ് ചെയ്യുമ്പോൾ ലൈൻസും ഇതെല്ലാം ഓപ്പൺ ആവും, ബ്ലൂ അല്ല. പിന്നെ ഞങ്ങൾ ബ്ലൂ അടിക്കും, പിന്നെ സിൽവർ അടിക്കും, അത് കഴിഞ്ഞിട്ട് വൈറ്റ് അടിക്കും, പിന്നെ മേലെ ബ്ലൂ ഉണ്ട്, അതും അടിക്കണം. ഇതൊരു ഫ്ലെക്സിബിൾ കീപാഡ് സ്റ്റിക്കറാണ്. ഇതിനി എങ്ങനെയാണ് റെഡി ഇടുന്നത് എന്ന് നോക്കാം നമ്മൾക്ക്. കട്ടിംഗ് മാർക്ക് ടേബിൾ മേലെ പ്രിൻ്റ് ചെയ്തിട്ട് റെഡി ഇടാം. ഇനി ഞങ്ങൾക്ക് ബ്ലാക്ക് പ്രിന്റിംഗ് ചെയ്യുന്നത് നോക്കാം. ബ്ലാക്ക് പ്രിൻറ്റിങ് കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇനി ബ്ലൂ പ്രിൻ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെയാണ് ബ്ലൂ പ്രിൻറ്റിങ് ചെയ്യുന്നത്. ഇനി ഈ ബോർഡറിൻ്റെ ബ്ലൂ പ്രിൻ്റ് ചെയ്യാം. ഇവിടെയാണ് ബ്ലൂ പ്രിൻ്റ് ചെയ്യുന്നത്. ബ്ലൂ എങ്ങനെ പ്രിൻ്റ് ചെയ്യുന്നത് നോക്കാം. ഇതേപോലെ ഒരു ഷീറ്റിന് മേലെ പ്രിൻ്റ് ചെയ്തിട്ടാണ് ബ്ലൂവിന് റെഡി ഇടുന്നത്. പിന്നെ എന്തെന്നാൽ ഓരോ കളർ പ്രിൻ്റ് ചെയ്യുമ്പോഴും അത് ഡ്രൈ ആയതിനു ശേഷമാണ് നെക്സ്റ്റ് കളർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഒരു കീല് വൈറ്റ് വരണം. അത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അടുത്തത് ഞങ്ങൾക്ക് സിൽവർ അടിക്കാം. ഈ ബോർഡറിലല്ല ഉള്ളത് സിൽവറാണ്. സിൽവർ അടിക്കുന്നത് ഇങ്ങനത്തെ പ്ലെയിൻ ആയിട്ടുള്ള സ്ക്രീനിലാണ്.
ഇനി എങ്ങനെയാണ് സിൽവറിന് റെഡി ഇടുന്നതെന്ന് നോക്കാം. ഇത് സിൽവർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ഇട്ടിരിക്കുകയാണ്. ഇനി സ്ക്രീൻ എങ്ങനെ റെഡി ചെയ്യുന്നതെന്ന് കാണാം. ഇതാണ് സിൽവർ ചെയ്യാനുള്ള സ്ക്രീൻ. ഫുൾ ശരിയായി. സിൽവർ വരുന്നത് ഓപ്പൺ ചെയ്തിട്ട് വൈറ്റ് വരുന്നത് സ്ക്രീൻ കോട്ടിങ് ചെയ്തിട്ട് കോട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ പേപ്പർ മേലെ പ്രിൻ്റ് ചെയ്യുന്നത് സ്പ്രെഡ് ആവുന്നോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഷീറ്റിൽ പ്രിൻ്റ് ചെയ്താൽ സ്പ്രെഡ് ആയാൽ വേസ്റ്റ് ആവും, അതുകൊണ്ടാണ്. നെക്സ്റ്റ് വൈറ്റ് അടിക്കാം. ഈ സ്ക്രീനിലാണ് വൈറ്റ് അടിക്കുന്നത്. ഇനി ഞങ്ങൾക്ക് ഫൈനൽ കളർ പ്രിൻ്റ് ചെയ്യാം. ഫൈനൽ കളർ പ്രിൻ്റ് ചെയ്യുന്നത് ഷീറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ്. അതിനു വേണ്ടി ഞങ്ങൾ ഷീറ്റിൻ്റെ റൈറ്റ് സൈഡിലാണ് റെഡി ഇടുന്നത്. ഇതിന് ഞങ്ങൾ ക്യൂറിങ് ചെയ്യാമെന്ന് പറയും. പിന്നെ ഇതിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല. ഇത് ചെയ്താൽ ഒരു മാറ്റ് ഫിനിഷിംഗ് ആയിട്ട് വരും. പിന്നെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. പിന്നെ ഇതൊരു ഫ്ലാപ്പുള്ള ഷീറ്റ് ആയതുകൊണ്ട് ഫ്ലാപ്പ് എടുത്തിട്ടാണ് ഞങ്ങൾ ഇത് ക്യൂറിങ് ചെയ്യുന്നത്. വൈറ്റ് പ്രിൻ്റ് ചെയ്ത അതേ സ്ക്രീനിലാണ് ക്യൂറിങ് ചെയ്യുന്നത്. ഇതാണ് ക്യൂറിങ് ചെയ്യുന്ന ഇങ്ക്. ഫ്ലെക്സിബിൾ കീപാഡ് സ്റ്റിക്കർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.